ഒരു തീരുമാനം കൈക്കൊള്ളാൻ VC-ക്ക് അധികാരമില്ല. ആ 1013 പ്രകാരം തെറ്റായ ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുകയുണ്ടായി. എന്നാൽ ഏത് തീരുമാനം എടുത്താലും അത് നെക്സ്റ്റ് സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ചേർന്നപ്പോ ഞങ്ങൾ ആ തെറ്റായ തീരുമാനത്തെ തിരുത്തി അപ്രകാരം ഒരു സസ്പെൻഷൻ റദ്ദാക്കി തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. 1014 ആക്ടിലെ 1014 വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് താഴെയുള്ളവരെ മാത്രമേ നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട രജിസ്ട്രാർ, കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി ഡോക്ടർ പ്രൊഫസർ അനിൽകുമാർ ഇന്നലെ ചുമതലയേറ്റ നടപടി ശരിയാണ് എന്ന കാര്യം തീർച്ചയായും കേരളീയ സമൂഹം ഇന്ന് അംഗീകരിക്കുക. അല്ല, യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിട്ട് പ്രൊഫസർ അനിൽകുമാർ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം ചുമതലയേറ്റു. സിൻഡിക്കേറ്റ് തീരുമാനത്തെ ഓവർ റൂൾ ചെയ്യാനോ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് മുകളിൽ ഒരു ഡിസിഷൻ കൈക്കൊള്ളാനോ വൈസ് ചാൻസലർക്ക് അധികാരമില്ല. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നിയമവിരുദ്ധമായ ഉത്തരവുകൾ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഇറക്കാൻ പാടില്ല. രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് ചുമതലയേറ്റ സാഹചര്യത്തിൽ ഏത് നിയമവിരുദ്ധ ഉത്തരവ് ഏതെങ്കിലും ഓഫീസർമാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടോ ചാർജ് കൊടുത്തുകൊണ്ടോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവുകൾ അടിയന്തരമായി പിൻവലിക്കേണ്ടതുണ്ട്. പിന്നെ ആ ഉത്തരവിൽ പരാമർശിക്കപ്പെട്ട ചില ഓഫീസർമാരൊക്കെ ദീർഘകാലം ഇവിടെ പ്രവർത്തിച്ചു പരിചയമുള്ളവരാണ്. അവര് തെറ്റായ നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല. അതുകൊണ്ട് പിന്നെ ബഹുമാന്യയായ വൈസ് ചാൻസലർ സിസ തോമസ് കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമവും ചട്ടങ്ങളും ഒക്കെ ശരിയായി ഒന്ന് മനസ്സിലാക്കണം. സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ ശരിയായി മനസ്സിലാക്കണം. സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ ഓവർ റൂൾ ചെയ്യാൻ കഴിയില്ല. സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങളെല്ലാം ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. ഇന്നലെ ബഹുമാനപ്പെട്ട സിസ തോമസും മറ്റു ചില ആളുകളും ഇവിടെ പറഞ്ഞത് സിൻഡിക്കേറ്റിന്റെ തീരുമാനം ശരിയല്ല, അത് നിലനിൽക്കില്ല, അത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും, അത് റദ്ദാക്കപ്പെടും എന്നൊക്കെ ഉയർത്തിയ എല്ലാ ഭീഷണികളും ഇപ്പോൾ എവിടെയാണ് പോയത്? ഹൈക്കോടതി ബന്ധപ്പെട്ട എല്ലാ രേഖകളും യൂണിവേഴ്സിറ്റി സമർപ്പിക്കുകയുണ്ടായി. രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചുകൊണ്ടുള്ള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ എല്ലാം സമർപ്പിക്കുകയുണ്ടായി. സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത ബഹുമാന്യനായ രജിസ്ട്രാറെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കപ്പെട്ടിട്ടില്ല. അത് ആ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ തീരുമാനത്തിന് വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. സിൻഡിക്കേറ്റ് യോഗത്തിന് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ സിൻഡിക്കേറ്റിന്റെ അധികാരം തീർച്ചയായും രജിസ്ട്രാറുടെ കാര്യത്തിൽ ഉറച്ച തീരുമാനമാണ് നിലനിൽക്കുന്നത് എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതായത് ഇക്കാര്യത്തിൽ ബഹുമാന്യനായിട്ടുള്ള രജിസ്ട്രാർ അദ്ദേഹം തന്റെ ഹർജി പിൻവലിക്കുകയാണ്. കാരണം അദ്ദേഹം ആ നടപടി റദ്ദാക്കപ്പെട്ട സാഹചര്യത്തിൽ, അദ്ദേഹം തിരിച്ച് ചുമതലയേറ്റ സാഹചര്യത്തിൽ അദ്ദേഹം അത് പിൻവലിക്കാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഹൈക്കോടതി അത് അനുവദിക്കുകയുണ്ടായി. പിന്നെ സിൻഡിക്കേറ്റിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തെ സംബന്ധിച്ച് അത് തെറ്റാണെന്നോ അത് റദ്ദാക്കുന്നുവെന്നോ അത് നിയമസാധുതയില്ലെന്നോ കോടതി പറഞ്ഞിട്ടില്ല. മറ്റ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ പ്രാഥമികമായി നിലനിൽക്കുന്ന കാര്യം, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് ഇന്നലെ സിസ തോമസിനെ ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചു. യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് സ്റ്റാറ്റ്യൂട്ടിന്റെയും ആക്ടിന്റെയും അടിസ്ഥാനത്തിലാണ്. എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയും നിലപാടുകൾ സ്വീകരിക്കുന്ന മോഹനൻ കുന്നുമ്മേലിന്റെ നിലപാടല്ല ശരി. ആ അദ്ദേഹം എടുത്ത തെറ്റിനെ തിരുത്തിയ സിൻഡിക്കേറ്റിന്റെ നിലപാടാണ് ശരി എന്ന ഉറച്ച നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് നമ്മൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.